ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഹലോ, എന്റെ പേര് സിമി, എറണാകുളത്ത് നിന്നാണ്. സിമി ഡോക്ടർ ചോദിച്ചോളൂ. സിമി പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ സിമി. ഡോക്ടർ, ഞാൻ എന്റെ കുട്ടിക്ക് ഇപ്പൊ 1.5 വയസ്സായിട്ടുള്ളൂ. അപ്പൊ ഞങ്ങള് കുട്ടിക്ക് 1 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും കോപ്പർട്ടി യൂസ് ചെയ്തായിരുന്നു. പക്ഷെ ഡോക്ടർ, അത് ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആണ്, 3 months കഴിഞ്ഞു പ്രഗ്നന്റ് ആയിട്ട്. അപ്പൊ പറഞ്ഞു അത് കോപ്പർട്ടി യൂസ് ചെയ്തിട്ടും കോപ്പർട്ടി അഴിഞ്ഞു പോയിന്ന് പറഞ്ഞു. കോപ്പർട്ടി ഇരിക്കുകയാണോ പ്രഗ്നന്റ് ആയത്? കോപ്പർട്ടി ഇട്ട് എനിക്ക് 3 months കഴിഞ്ഞപ്പോഴാണ് പീരീഡ്സ് കറക്റ്റ് ആയിരുന്നു. 28 days പീരീഡ്സ് ആവുമായിരുന്നു. പക്ഷെ ആവാണ്ടായി ചെക്ക് ചെയ്തപ്പോ പ്രഗ്നന്റ് ആണ്. കോപ്പർട്ടി അങ്ങ് പോയി, ബോഡിയിൽ നിന്ന് പോയോ? അപ്പൊ ഡോക്ടർ പറഞ്ഞു, ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇപ്പൊ കോപ്പർട്ടി പോയി എന്നാ പറഞ്ഞത്. അതെന്നെ, സ്കാൻ ചെയ്ത് നോക്കിയിട്ടാണോ പറഞ്ഞേ? അതെ, സ്കാൻ ചെയ്തായിരുന്നു. പ്രഗ്നന്റ് ആണോ എന്നറിയാൻ വേണ്ടി സ്കാൻ ചെയ്തായിരുന്നു. അപ്പൊ കോപ്പർട്ടി ഇല്ല. എല്ലാം പ്രഗ്നൻസിയുടെ കറക്റ്റ് യൂട്രസിൽ തന്നെയാണ്. അതന്നെ, അതിനപ്പൊ കോപ്പർട്ടി അകത്തില്ലല്ലോ. ഇല്ല എന്നാ പറയുന്നത് ഡോക്ടർ. അല്ല, സ്കാനിലല്ലേ, സ്കാൻ നോക്കിയിട്ടല്ലേ പറഞ്ഞത്? അതെ അതെ. അപ്പൊ ഉണ്ടാവില്ല. അത് ചിലപ്പം ഏതെങ്കിലും ഒരു പീരീഡിന്റെ ബ്ലഡിന്റെ കൂടെ അങ്ങ് പോയി കാണും. അതുകൊണ്ടാണല്ലോ പ്രഗ്നൻസി ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇനിയിപ്പോ എന്റെ പ്രഗ്നൻസി കഴിഞ്ഞാലും ഇനി കോപ്പർട്ടി യൂസ് ചെയ്താലും ഫെയിലിയർ ആവുമോ? ചില സമയത്ത് റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ചിലരുടെ യൂട്രസിൽ ആ ഒരു റിജക്ഷൻ സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ ഇനി കോപ്പർട്ടി കഴിവതും കോപ്പർട്ടി ഉപയോഗിക്കണ്ട. കോപ്പർട്ടി ഇല്ലല്ലോ അകത്ത്, പോയി കഴിഞ്ഞല്ലോ. ഇല്ല ഇല്ല, അതിപ്പോ അങ്ങനെയാണെങ്കിൽ അനോമലി സ്കാൻ ചെയ്താൽ മതി 4ാമത്തെ മാസത്തില്. 4 months ആവുമ്പം കുഞ്ഞിന്റെ എല്ലാ അവയവങ്ങളും നോക്കുന്ന ബ്ലഡിലുള്ള സ്ക്രീനിങ് ടെസ്റ്റും ഉണ്ട്, അതേപോലെ അനോമലി സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനും ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് 3 months കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ആയിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് പ്ലാസന്റ ചെറുതായിട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ബ്ലീഡിങ് ആയത്. പുള്ളി ഇപ്പൊ ബെഡ് റെസ്റ്റാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് 3 days കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തായിരുന്നു. അതൊക്കെ അപ്പൊ അത് വെച്ച് കുഞ്ഞിന് കുഴപ്പമൊന്നും, പ്ലാസന്റ സെപ്പറേറ്റ് ആയി എന്നാ പറഞ്ഞത്. അല്ല, അപ്പൊ എന്തായാലും ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അതേപോലെ ബെഡ് റെസ്റ്റിലിരിക്കുക, ഡോക്ടർ പറയുന്ന ട്രീറ്റ്മെന്റ് പക്കാവായിട്ട് എടുക്കുക. എന്നിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ല എന്നറിയാനുള്ള സ്കാൻ 4th month ചെയ്യണം, മസ്റ്റായിട്ട്. സ്കാൻ മാത്രമല്ല, സ്ക്രീനിങ് ടെസ്റ്റ് എന്നൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതും മസ്റ്റായിട്ട് ചെയ്യണം. 4th month. ഈ സ്കാനും അത് ഒരുമിച്ചാണ് ചെയ്യുന്നത്, രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്താണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പേടിക്കണ്ട, ഒന്നും ഉണ്ടാവില്ല കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഈ കുട്ടി ചോദിച്ചതുപോലെ കോപ്പർട്ടി റിജക്ഷൻ ഭയങ്കരമായിരിക്കും ചിലർക്ക്. ഓരോരുത്തരുടെ ബോഡിയാണത്. അപ്പം ബോഡി ചിലപ്പോൾ ഈ ഫോറിൻ ബോഡിയാണ്, എന്തൊക്കെ പറഞ്ഞാലും ഇത് വേറൊരു സാധനം നമ്മൾ അകത്തെടുത്ത് വെച്ചിരിക്കുക. ചിലർക്ക് അതുകൊണ്ട് നമ്മൾ യൂഷ്വലി എന്താ വെച്ചാൽ ഒരു പീരീഡ് കഴിയുമ്പോൾ വരാൻ പറയും, എന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കും. വെറുതെ നമ്മൾ നോക്കുന്ന പൊസിഷനിൽ ഇരിക്കുകയും വേണം, എല്ലായ്പ്പോഴും വേണ്ട. ഒരു ഫസ്റ്റ് പീരീഡ് ആയിരിക്കും യൂഷ്വലി, ആദ്യത്തെ പീരീഡ് കഴിയുമ്പോഴായിരിക്കും ഇത് റിജക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ ഇടയ്ക്ക് ഒരു 3 മാസം കൂടുമ്പം അല്ലാതെ ക്ലിനിക്കലി തന്നെ നമുക്ക് നോക്കിയാൽ മതി, അത് ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അത്രയും മതി. സോ ദാറ്റ് ഈസ് യൂഷ്വൽ. പിന്നെ ചിലർക്ക് അല്ലാതെ റിജക്ട് ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ട്. സോ അതൊരു 3 months കൂടുമ്പോൾ ഒരു ചെക്കപ്പ് നല്ലതാണ്, ഒരു OP ചെക്കപ്പ്, അത് മതി. ലേറ്റസ്റ്റ് ടെക്നിക്കൽ ലേറ്റസ്റ്റ്. പിന്നെ ഇടയ്ക്ക് വന്നു, പക്ഷെ അത് വലിയ ഇതില്ലാതെ പോയി, വലിയ ഒരു സക്സസ് ഇല്ലാതെ പോയ വേറൊരു സംഗതി, ഈ ബോഡിക്കകത്ത് വെക്കുന്ന ചെറിയ കണ്ടെയ്നേഴ്സിലുള്ള ഹോർമോൺസ് വന്നിട്ട് അത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെറിയ ഒരു മുറിവുണ്ടാക്കി അത് കൈയുടെ അവിടെ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അത് ആക്ച്വലി വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു. അപ്പൊ അത് അറിയവേ ഇല്ല, വേറെ ഒന്നും നമ്മൾ അറിയാനേ പോണില്ല. അപ്പോൾ അതൊരു 2 years ആ കണ്ടെയ്നർ അകത്തിരുന്ന് ഹോർമോൺ ഇങ്ങനെ സെക്രീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും അത് നമ്മൾ പക്ഷെ അതിൻ്റെ ഒരു ദോഷം എന്ന് വെച്ചാൽ പിന്നെയും വീണ്ടും 2 വർഷം കഴിയുമ്പോൾ തിരിച്ചെടുക്കണം, വീണ്ടും കാട്രിഡ്ജ് കയറ്റണം. സോ അപ്പോൾ അത് വലിയ ഇതില്ലാതെ നമ്മൾ ഇന്ത്യൻ റീജിയനിൽ അത് വലിയ സക്സസ് ആയില്ല. അത് ഒരു പുതിയ മാർഗമായിരുന്നു. പിന്നെ അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ഇത്രയും നേരം പറഞ്ഞാൽ ടെമ്പററി. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഡോക്ടർ, ഈ മുലയൂട്ടൽ ഒരു സ്വാഭാവിക ഗർഭനിരോധന മാർഗമാണെന്ന് കേട്ടിട്ടുണ്ട്, അത് കറക്റ്റ് ആണ്. എന്നുവെച്ചാൽ മുലയൂട്ടുന്ന അമ്മയ്ക്ക്
അണ്ടോൽപാദനം ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഓവുലേഷൻ, മുട്ടകൾ ഉണ്ടാവില്ല. മുട്ടകൾ ഉണ്ടായാലല്ലേ ഗർഭധാരണ ഉണ്ടാവുള്ളൂ. സോ ഒരു 4 മാസം വരെ അമ്മ പ്രൊട്ടക്റ്റഡ് ആണ്. അതാണ് സമ്പൂർണ്ണമായിട്ടുള്ള മുലയൂട്ടൽ എല്ലാം കൊണ്ടും നല്ലതെന്ന് പറയുന്നത് കുഞ്ഞിനും അമ്മയ്ക്കും. അപ്പം അമ്മ ആ 4 മാസവും പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പോഴത്തേക്കും ഗർഭം ഉണ്ടാവാനുള്ള സാധ്യത അബ്സല്യൂട്ട്ലി നില്ലായിരിക്കും. ഓക്കെ, അപ്പോൾ അമ്മയ്ക്ക് ആ മുലയൂട്ടുന്ന ഹോർമോൺ എപ്പോഴും ഗർഭനിരോധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് തനിയെ നാച്ചുറൽ ഗർഭനിരോധനം. സോ 4 months എന്തായാലും അമ്മ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, ഫുള്ളി മുലയൂട്ടൽ ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ നാച്ചുറലി ആ ഹോർമോൺ ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഓക്കെ, സോ അതൊരു കാര്യം. ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ടെമ്പററി, അതായത് വീണ്ടും ഒരു കുഞ്ഞിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞുണ്ടാകാൻ പറ്റുന്ന. പക്ഷെ ഇനി ഞാൻ പറയാൻ പോണത്, ഇപ്പൊ 2-3 കുട്ടികളായി, ഇനി ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പോഴുണ്ട് നമുക്ക് പറ്റുന്നത് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പെണ്ണുങ്ങൾക്കാണെങ്കിൽ ട്യൂബെക്ടമി. ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബ്. അതായത് ഈ ബീജം ട്യൂബിലേക്ക് കയറി അവിടെ വെച്ചാണ് ഈ ഫെർട്ടിലൈസേഷൻ, ഈ അണ്ടവുമായിട്ടുള്ള ചേർച്ച നടക്കുന്നത്. അത് തടയാൻ നമ്മൾ ആ ട്യൂബിന്റെ ഒരു പോർഷനാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. പ്രസവം കഴിഞ്ഞത് ഉടനെ ചെയ്യുന്നതിന് നമ്മൾ PPS എന്ന് പറയും, പോസ്റ്റ് പാർട്ടൽ സ്റ്റെറിലൈസേഷൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പൊ തന്നെ ആ ട്യൂബിനെ ബന്ധിക്കാൻ 3 ദിവസത്തിലോ 6 ദിവസത്തിലോ ചെയ്യാന്നുള്ളത്. അല്ലെങ്കിൽ കുറച്ച് ഒരാഴ്ച കഴിഞ്ഞ് ചെയ്യുന്ന മിനി ലാപ്പ് എന്ന് പറയും. ചെറിയൊരു മുറിവ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അതുവഴി തന്നെ ഈ ട്യൂബിനെ 2 സൈഡും ബന്ധിച്ച് അങ്ങ് വെക്കുക. പിന്നെ അപ്പോഴത്തേക്കും ഈ ബീജം അങ്ങോട്ട് കടക്കാത്ത രീതിയിൽ അതങ്ങ് പെർമനന്റ് ആയിട്ട്, പിന്നെ കുട്ടികൾ ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ പെർമനന്റ് ആയിട്ട് അങ്ങ് മാറ്റുക. പിന്നെ വേറെ ഒരു മാർഗത്തിന്റെ ആവശ്യമില്ല. അത് ഒരു രീതി. ചിലർ വന്നിട്ട് ഞാനൊക്കെ യൂഷ്വലി പറയുന്നത്, ഈ കുഞ്ഞ് ഉണ്ടായ ഉടനെ സ്റ്റെറിലൈസ് ചെയ്യാൻ ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. എന്തായാലും നമ്മൾ കുഞ്ഞിനെ ഒന്ന് നോക്കി ഒരു 3 വയസ്സായിട്ട് മതി എന്ന് എപ്പോഴും ഞാൻ പറയും. 2ാമത്തെ കുഞ്ഞൊക്കെ ആകുമ്പോൾ കഴിവതും ഒരു 3 വയസ്സിനൊക്കെ നല്ല എപ്പോഴും അഡ്വൈസബിൾ. അതന്നെ നമുക്ക് ജനിച്ച ഉടനെ എപ്പോഴും കുഞ്ഞിന്റെ സ്റ്റേറ്റസ് പറയാൻ പറ്റില്ല. യൂഷ്വലി സെക്കൻഡൊക്കെ ആകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് ലാപ്രോസ്കോപ്പിക്ക് 3 വയസ്സ് കഴിഞ്ഞിട്ട് കുഞ്ഞ് അബ്സല്യൂട്ട്ലി നോർമലായിട്ട് വളർന്ന് വന്നെല്ലാം ചെയ്യുമ്പോൾ അതുവരെ നമുക്ക് ഈ ടെമ്പററി മാർഗ്ഗങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റും. കോപ്പർട്ടി ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ പിൽസ് കൊടുക്കുക, അല്ലെങ്കിൽ പല മാർഗ്ഗങ്ങളുണ്ടല്ലോ. അത് നമുക്ക് അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുത്തിട്ട് 3 years കഴിഞ്ഞ് കുഞ്ഞ് അബ്സല്യൂട്ട്ലി നോർമലാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ലാപ്രോസ്കോപ്പി. ഒരു ചെറിയ മുറിവ് അറിയും കൂടിയില്ല, ഒറ്റ ദിവസം രാവിലെ വന്ന വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ പോകാം. ചെറിയ അനസ്തീസിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതിൽ നമ്മൾ ചെയ്യുന്ന റിംഗ് ആണ് ഇടുന്നത്. റിംഗ് ഇതേപോലെ നമ്മൾ കെട്ടണതിന് പകരം ഇതിൽ വന്നിട്ട് നമ്മൾ ഈ ലാറ്റക്സിന്റെ റിംഗ് ആണ് ഇടുന്നത്. 2 റിംഗ് വെച്ച് ഓരോ ട്യൂബിലിടും. അത് ഇതേപോലെ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. സോ നാച്ചുറലി ലൈഫ് ലോങ് ഒരു സ്റ്റെറിലൈസേഷൻ. ഇതേപോലെ തന്നെ ചില വീടുകളിൽ ആണുങ്ങൾ അവർ തയ്യാറാവും വാസെക്ടമി. അതായത് ഈ ബീജവാഹിനി കുഴലുണ്ടല്ലോ അതിനെ ബന്ധിക്കുന്നത് സെയിം ശുക്ലത്തിലേക്ക് ബീജം വരാതിരിക്കുന്ന രീതിയിൽ ആ കുഴലിനെ ബന്ധിച്ച് കഴിയുമ്പോഴത്തേക്കും ബീജം പുറത്ത് വരില്ല, വെളിയിൽ വരാതിരിക്കും എന്നുള്ളത് മാത്രം. സെമനിൽ ഈ ബീജം വരത്തില്ല, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഈ പലരുടെയും വിചാരമുണ്ട് ആണുങ്ങൾ ചെയ്യാൻ മടിക്കുന്നത് അത് കാരണം നമുക്ക് വന്നിട്ട് ഈ ലൈംഗിക പ്രശ്നങ്ങൾ വല്ലതും വരുമോ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ ബീജം വരുന്നത് മാത്രമുള്ള ആ കുഴലിന്റെ ഒരു ചെറിയ ബന്ധനം മാത്രമേ ഈ വാസെക്ടമി ചെയ്യുന്നുള്ളൂ, വേറെ ഒരു രീതിയിൽ ചെയ്യാം. അതുകൊണ്ട് ധൈര്യമായിട്ട് ആണുങ്ങൾ അതിപ്പോൾ ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ അനസ്തീസിയ പോലും വേണ്ട ആവശ്യമില്ല, ചെറിയ അവിടെ മാത്രം മരവിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയ ഒരു മാർഗമാണ്. സോ ഇത് ടെമ്പററി അല്ല, പെർമനന്റ്. പിന്നെ നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ വേണമെന്നുള്ളവർക്ക് നമുക്ക് വീണ്ടും റീകാനലൈസേഷൻ ചെയ്യാം. സക്സസ് റേറ്റ് 50-50 അത്രേ ഉള്ളൂ. അത് അത്രേ പറയാൻ പറ്റുള്ളൂ ഓരോരുത്തരുടെ ബോഡി അനുസരിച്ചിട്ട്. സോ അപ്പം ഏകദേശം ഒരു രൂപം ഇപ്പൊ കിട്ടിക്കാണണം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ പറയാൻ മോശമായ സംഗതിയാണെങ്കിലും കല്യാണത്തിന് മുമ്പേ ഉള്ള ഒരുപാട് പ്രീ മാരിറ്റൽ സെക്സ് ഇപ്പൊ നമ്മള് സമൂഹത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്നും തടയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഈ സമൂഹത്തിന്റെ ടെക്നോളജി വർദ്ധിക്കും തോറും ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരുപാട് എക്സ്പോഷർ, പുറത്ത് പെൺകുട്ടികൾക്ക് ഒരുപാട് ജോലിയും പഠിത്തവും വർദ്ധിക്കും. ഇങ്ങനത്തെയൊക്കെ ഒരുപാട് അതിന്റെ കൂടെ ഉള്ളൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഇത് കരുതുക. പക്ഷേ അപ്പോഴും സേഫ് ആയിട്ട് തന്നെ വേണം. ഈ ഗർഭനിരോധന മാർഗങ്ങൾ പല പെൺകുട്ടികളും വിചാരിച്ചിരിക്കണം ഈ പിൽസ് കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം
അങ്ങനെ ഒത്തിരി അബദ്ധം പറ്റുന്നവരുണ്ട്. അപ്പം അങ്ങനെ അത് ഇല്ലാതെ എന്ത് ഇങ്ങനത്തെ അബദ്ധങ്ങൾ അറിയാതെ പറ്റിപ്പോയാലും ഇമ്മീഡിയറ്റ് ആയിട്ട് എക്സ്പേർട്ട് ഗൈഡൻസ് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് കൂടുതൽ അബദ്ധങ്ങൾ പറ്റാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ ഉടനെ തന്നെ അവരുടെ അഡ്വൈസ് എടുക്കുക. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞാൽ ലജ്ജിക്കാതെ ഭാര്യയും ഭർത്താവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന് ഏറ്റവും വേണ്ടത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, ഇപ്പോൾ ഞാനൊക്കെ നടത്തുന്നത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ്. മാരേജ് കഴിഞ്ഞത് ഉടനെ ഒരു ചെറിയ കൗൺസിലിംഗ് അബൌട്ട് സെക്ഷൽ അതേസമയം ഈ കോൺട്രസെപ്ഷൻ. ഡോക്ടർ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ ബോധവൽക്കരണം നടത്തി. ഡോക്ടറിന് നന്ദി. ലൈഫ് ബീറ്റ്സിൽ അടുത്ത ആഴ്ച ഇതേ സമയം പുതിയൊരു സബ്ജക്റ്റുമായി വീണ്ടും കാണാം.